ഇത് പത്തനംതിട്ടയിൽ റാന്നിയിലുള്ള അനീഷിൻ്റെ വീട്ടിലുള്ള അക്വാപോണിക് സിസ്റ്റമാണ്. അദ്ദേഹം മാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലീവിൽ വന്ന സമയത്ത് അദ്ദേഹവും അച്ഛനും കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി അക്വാപോണിക് സിസ്റ്റമാണ്. 500 GSM ടാർപോളിൻ ഷീറ്റാണ് ഇതിൽ വിരിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഈ ടാർപോളിൻ ഷീറ്റ് ഇച്ച ടാങ്കാണെന്ന് നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത്രയും ഫിനിഷിങ്ങിൽ അദ്ദേഹം ഈ ഒരു അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ മുറ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ചെറിയതും വലിയതുമായിട്ടുള്ള അക്വാപോണിക് സിസ്റ്റങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നുള്ളൂ. കുറച്ച് മെനക്കെടുണ്ട് തുടക്കത്തിൽ. ആദ്യം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ മെനക്കെട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം നമുക്കിതിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കും, മത്സ്യങ്ങളായാലും പച്ചക്കറികളായാലും. അതുപോലെ ഇത് മജീദ് സാർ സ്കൂളിൽ ചെയ്തിട്ടുള്ള ഒരു ടാങ്ക് കണ്ടില്ലേ, ഇത് നമ്മൾ പുറത്തേക്ക് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ടാങ്കാണ്. അദ്ദേഹം ഇതുപോലെ പല സാധനങ്ങളും ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ഈ ഒരു സിസ്റ്റം കണ്ടില്ലേ, ഇത് മതിലിൻ്റെ മുകളിൽ പെയിൻറ്റ് ബക്കറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അക്വാപോണിക് സിസ്റ്റമാണ്. ഇതിൽ നിന്നിപ്പോൾ നന്നായിട്ട് പച്ചക്കറികളൊക്കെ, ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിരുന്നു. ഇതിൽ നിന്നെല്ലാം നന്നായിട്ട് പച്ചക്കറികൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് മുറ്റത്ത് നല്ല ഭംഗിയിൽ വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് ഉഷാറായിട്ട് ഇതേപോലുള്ള അക്വാപോണിക് സിസ്റ്റങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിലും ഇത് ഡിസൈൻ ചെയ്യാം. ഈ കല്ലുകൾ നിറച്ചിട്ടുള്ള ഗ്രോ ബെഡുകളിലേക്ക് വെള്ളം കയറണം. ആ കയറിയ വെള്ളം അത് ഗ്രോ ബെഡുകളുടെ മുകളിൽ നിന്നും 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് താഴെ വരെ വെയിൽ തട്ടാത്ത രീതിയിൽ, വെള്ളത്തിൽ വെയിൽ തട്ടാത്ത രീതിയിൽ 1 ഇഞ്ചോ 2 ഇഞ്ച് താഴെ വരെ വെള്ളം കയറി തിരിച്ച് കയറിയ വെള്ളം ഉടനെ തന്നെ തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് വരുന്ന രീതിയിൽ ഒരു ടൈമർ വെച്ച് കൺട്രോൾ ചെയ്യുക. അത്രയും വേണ്ടുള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. മതിലിൻ്റെ മേലെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ കുഴിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് തോട്ടത്തിന് അനുയോജ്യമായിട്ട് തോട് പോലെ നല്ല വളഞ്ഞു പോകുന്ന തോടുകളും കനാലുകളൊക്കെ പോലൊക്കെ ഉണ്ടാക്കാവുന്ന അക്വാപോണിക് സിസ്റ്റങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ. അപ്പോൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ തോട്ടത്തിനെ ഭംഗിയാക്കാവുന്ന രീതിയിലുള്ള അക്വാപോണിക് സിസ്റ്റങ്ങൾ നമുക്കുണ്ടാക്കി നല്ലത് ഭക്ഷിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി.